കേരളത്തിൽ കുടിവെള്ളം ലഭിക്കാൻ ഈ കാലത്തും ഒരുപാട് ദുരിതം താണ്ടണം എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. അതിന് ഇന്ന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. കൊല്ലത്ത് നടന്നൊരു സംഭവം. കുടിവെള്ളം ശേഖരിക്കാൻ മകനൊപ്പം പോയ വീട്ടമ്മ വള്ളം മറിഞ്ഞു മരിച്ചു. കാവനാട് പുത്തൻതുരുത്ത് സ്വദേശിനി സിന്ധു സെബാസ്റ്റ്യനാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. ശാസ്താംകോട്ട ജലവിതരണ പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ 8 ദിവസമായി ഇവിടെ കുടിവെള്ളം മുടങ്ങിയിരുന്നു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ദുരന്തം. കൊല്ലം നഗരത്തിലേക്ക് ജലമെത്തിക്കുന്നതിനുള്ള പ്രധാന ജലവിതരണ പദ്ധതിയാണ് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 8 ദിവസമായി ഇതുവഴിയുള്ള കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്. ചവറ നിയോജകമണ്ഡലത്തിലെ 9 തുരുത്തിലേക്കും ഇതേ ജലവിതരണ പദ്ധതിയിൽ നിന്ന് വേണം ജലം ലഭ്യമാക്കാൻ. 500-ലധികം വരുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ 8 ദിവസമായി കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. ശാസ്താംകോട്ടയിലെ ശുദ്ധജലമെത്തുന്ന പൈപ്പ് ലൈൻ ദിവസങ്ങൾക്ക് മുൻപ് ചവറ പാലത്തിന് സമീപം പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം മുടങ്ങിയിരുന്നു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളം നിശ്ചിത അളവിൽ മാത്രമാണ് തുരുത്തിലെ ഓരോ കുടുംബങ്ങൾക്കും നൽകുന്നത്. അപകട സാധ്യത ഏറെ ഉണ്ടായിട്ടും അതെല്ലാം അവഗണിച്ച് ചെറുയാനങ്ങളിൽ വലിയ പാത്രങ്ങളിൽ കുടിവെള്ളം ശേഖരിച്ച് തീരത്ത് നിന്ന് തുരുത്തുകളിലേക്ക് മടങ്ങുകയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇവിടുത്തെ ഓരോ കുടുംബവും. മത്സ്യബന്ധനത്തിന് ശേഷം രാവിലെ വീട്ടിലേക്ക് കുടിവെള്ളവുമായി മടങ്ങുന്നതിനിടെയാണ് അപകടം. വള്ളം മറിയുന്നത് കണ്ട മറുകരയിലുള്ള കടത്ത് വള്ളക്കാർ വലിയ വള്ളം കൊണ്ടുവന്ന് 2 പേരെയും കരയിലെത്തിച്ചു. ഓട്ടോറിക്ഷയിൽ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും സന്ധ്യ മരിച്ചിരുന്നു. വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. തിരിച്ചു വന്ന് വെള്ളം കമ്മത് ബോട്ടിൽ വട്ടം വേണം. അറിയാമായിരുന്നില്ലേ അമ്മയ്ക്ക്? ഇല്ലായിരുന്നുണ്ടായിരുന്നു. വെള്ളം കമ്മത് അമ്മ ബോട്ടിനടിയിലോട്ട് പോയി, പിടിക്കാൻ പറ്റിയില്ല. 8 ദിവസമായി തുരുത്തുകളിൽ ജലക്ഷാമം രൂക്ഷമാണ്. 8 ദിവസമായി ചവറപ്പാലത്തിലെ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് അവിടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനു ശേഷം വെള്ളം നമുക്ക് ആർക്കും ലഭ്യമല്ല. ഇത്രയും ദിവസം ഈ തുരുത്തിൽ വെള്ളം ഇല്ലാതായിട്ട് സർക്കാരിന്റെ അനാവസ്ഥയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. ഇത്രയും ദിവസമൊക്കെ എടുത്ത് ഈ പൈപ്പ് ലൈൻ ശരിയാക്കാതെ ഇട്ടേക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള തുരുത്തി ജലത്തിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? 10 മാസം കൂടുതൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടായിരുന്നു. 2-3 കൊല്ലം ഞങ്ങൾക്ക് വെള്ളം ഇല്ല. ഞങ്ങൾക്ക് ദുരിതമായിട്ടിരിക്കുക. ഡെയിലി വെള്ളം ഇല്ലാതെ പൊട്ടി വെള്ളം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളം കിട്ടുന്നില്ല. ഈ തുരുത്തി ജാസികളെ വെള്ളം ഇല്ലാതെ മരിച്ചു പോത്തുള്ളൂ. കുടിവെള്ളം ലഭ്യമാക്കാൻ പകരം സംവിധാനം ഏർപ്പെടുത്തിയിരുന്നുവെന്നും എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെന്നത് യാഥാർത്ഥ്യമെന്നും സ്ഥലം MLA സുജിത് വിജയൻപിള്ള 24-നോട് പറഞ്ഞു. കുടിവെള്ളത്തിനായി തുരുത്ത് നിവാസികൾ ചെന്നുമുട്ടാത്ത വാതിലുകൾ ചുരുക്കമാണ്. പക്ഷേ കൃത്യമായ മറുപടി എങ്ങുനിന്നും ഉണ്ടായില്ല. കുടിവെള്ളം എന്ന് വരുമെന്നോ ആർക്കൊക്കെ കിട്ടുമെന്നോ. ചെറുയാനങ്ങളിൽ കുടിവെള്ളത്തിനായി അതുകൊണ്ട് തന്നെ അവർ എല്ലാം മറന്ന് യാത്രകൾ തുടർന്നു. ശാസ്താംകോട്ട ശുദ്ധജല വിതരണ പദ്ധതിക്ക് ബദലായി കൊണ്ടുവന്ന ഞാങ്കടങ്കാവ് ശുദ്ധജല വിതരണ പദ്ധതി രാഷ്ട്രീയ തർക്കം മൂലം പൂർത്തിയാകാത്തതും തുരുത്തിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ കാരണമാണ്. കണ്ണെത്താ ദൂരത്തോളം തുരുത്ത് നിവാസികളുടെ ചുറ്റും ഇത്തരത്തിൽ വെള്ളമുണ്ട്. പക്ഷേ കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. ഒരു ജീവൻ നഷ്ടമായിട്ടും അധികാരികൾ എന്തേ കണ്ണു തുറക്കാത്തതെന്ന ചോദ്യമാണ് ഈ തുരുത്ത് നിവാസികൾക്ക് ചോദിക്കാനുള്ളത്. ഇനിയും ജീവനുകൾ നഷ്ടപ്പെടരുത്. പരിഹാരം ഉണ്ടായേ മതിയാവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ തുരുത്ത് നിവാസികൾ പറഞ്ഞ കാര്യം. കുടിവെള്ളം കിട്ടാനില്ല. ഒരു ദിവസം അവർക്ക് വെള്ളം കുടിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ, അവർക്ക് അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിൽ പലരും സൗഭാഗ്യങ്ങളിൽ കഴിയുകയാണ്. ഇന്ന് സിന്ധു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന മധ്യവയസ്കയായ ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടാനുണ്ടായത് കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറുവള്ളത്തിൽ അവർ പോയപ്പോൾ ഉണ്ടായ അപകടമാണ്. അപ്പോൾ ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത്? ഇതിനൊക്കെ എന്താണ് പരിഹാരം ഉണ്ടാകേണ്ടത്? നാട്ടുകാർ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. കുടിവെള്ളം ശേഖരിക്കാൻ പോയ സിന്ധു സെബാസ്റ്റ്യന്റെ മരണത്തിൽ ഞെട്ടലിലാണിപ്പോൾ പ്രദേശവാസികൾ. ഇനി എന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പൊ 2 ആഴ്ചയായി ഏതെങ്കിലും ഇപ്പൊ ഈ പ്ലാന്റുകാർ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളമില്ല. വേറെ ഒരു മാർഗവും ഇല്ല. അളപ്പം തുരുത്ത്, കണക്കം തുരുത്ത്, തോമസ് ഐലൻഡ് എല്ലാ തുരുത്തുകളിലും ഓരോ 4 വീലർ പൈപ്പ് അടിക്കണം. അടിച്ചാൽ തുരുത്തി നിവാസികളുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാറും. അല്ലെ ബുദ്ധിമുട്ട് മാറത്തില്ല. ഈ പൈപ്പ് കായലിൽ പൊട്ടിപ്പോയാലും ശരി, ഈ കരപ്രദേശത്ത് പൈപ്പിന്റെ പണി വന്നാലും ശരി, തുരുത്തുള്ള ആളുകളെല്ലാം കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. അത് ഓക്കെ, ഒരു സത്യവേളുടെ കാര്യമാണ്. മുമ്പ് ഈ വള്ളത്തിൽ തന്നെ വന്ന് വെള്ളം എടുത്തുകൊണ്ട് മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. അധികാരമുള്ളവര്
ചെയ്യാൻ കഴിവുള്ളവൻ നാട്ടിലുണ്ട്, രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്, ജില്ലയിലുണ്ട്. അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അല്ല ചെയ്യിപ്പിക്കാതെ ചുമ്മാതെ ഉറക്കം തൂങ്ങി അധികാര സ്ഥാനങ്ങളിൽ കയറിയിരുന്നിട്ട് ഒരു ഫലവുമില്ല. ഇവിടെ MLA ഉണ്ട്, വകുപ്പ് മന്ത്രിയുണ്ട്, MP ഉണ്ട്, മെമ്പറുണ്ട്. ഇത്രയും ദിവസങ്ങളായി ഈ ക്രിസ്മസ് അടുത്ത് വരുന്നു. ഇത്രയും തുരുത്ത് നിവാസികളുണ്ട്. വെള്ളത്തിന് എന്ത് പാടാപ്പെടുന്നു? അധികാരികൾ കണ്ണു തുറന്ന് കാണണം, കാതു തുറന്ന് കേൾക്കണം. തുരുത്തിലെ നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിന്റെ കാഠിന്യം, ഇന്നൊരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു അവിടെ. അതിലെ പ്രതിഷേധമാണ് നാട്ടുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള പരിഹാരം ഉടൻ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ പലരും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ വരികയാണ്. വേണുഗോപാൽ ചോദിക്കുന്നു, ഗോപികൃഷ്ണൻ, മന്ത്രിമാർ വിദേശത്ത് പോകുന്നു, എന്നാൽ മാലിന്യ സംസ്കരണം പഠിക്കാൻ പോയോ? കഷ്ടം. മാലിന്യ സംസ്കരണം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുകയും അത് ശാസ്ത്രീയമായി അത് നടപ്പാക്കുകയും അതൊരു സംസ്കാരമായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയും വേണം വേണു. അപ്പോൾ മാത്രമാണ് ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയുക. മൊയ്തീൻ ചോദിക്കുന്നു, ഇന്ന് ഈ മാലിന്യം കേരളത്തിൽ കൊണ്ടു തള്ളുമ്പോൾ അവിടെയും മലിനസം ആകില്ലേ ഇത്? ഇതുപോലെയല്ലേ ഹരിതസേന വീടുകളിൽ നിന്ന് കടകളിൽ നിന്ന് ശേഖരിച്ചത് അവിടെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുക, അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് നൽകുക. ഉറപ്പായും ഈ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകും ഞങ്ങൾ. ആ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിലും ഓർമ്മയിലും ഉണ്ട് എന്ന് ഞാൻ താങ്കളോട് പറയുന്നു മൊയ്തീൻ. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമാണ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ കമന്റുകളിലേക്ക് പോകുന്നില്ല. എങ്കിലും നിങ്ങളുടെ സന്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സന്ദേശങ്ങൾ, കാര്യമാത്ര പ്രസക്തമായ സന്ദേശങ്ങൾ. അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. നമുക്ക് തിരികെ വരാം കൂടുതൽ വാർത്തകളും മറ്റു റിപ്പോർട്ടുകളും ഒക്കെയായി. പൊതുജനം കഴുതയല്ല സർ.